വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാൻ, ദൈവത്തിന്റെ വചനങ്ങളെ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. വീണ്ടെടുക്കുന്ന ക്രിസ്തുവിലേക്ക് എന്നുള്ള തീമുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. എസ്തറിന്റെ ആദ്യത്തെ 2-3 അധ്യായങ്ങൾ നമ്മൾ കണ്ടു. ഇനി ആ, വേദ നമുക്ക് നൽകിയിരിക്കുന്ന ആ പുസ്തകത്തിലെ അപായത്തിനെതിരെ വിശ്വാസത്തോടെ എന്നുള്ള ടോപ്പിക് എന്ന് ചിന്തിക്കുന്നതായ 9-ാമത്തെ അധ്യായത്തിലാണ് നാം എത്തിയിരിക്കുന്നത്. എസ്തറിന്റെ ജീവിതത്തിൽ എസ്തറിനെ ദൈവം രാജകൊട്ടാരത്തിൽ എത്തിയതും, തുടർന്ന് ഹാമാൻ എന്ന് പറയുന്നതായ വ്യക്തി യഹൂദന്മാർക്കെതിരെ ചെയ്യുന്നതായ ക്രൂരഹത്യയ്ക്ക് മുതിരുന്നതായ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. ഈ അധ്യായം അപായത്തിനെതിരെ വിശ്വാസത്തോടെ എന്ന വിഷയത്തെക്കുറിച്ചാണ്. എസ്തറിന്റെ പ്രത്യേകിച്ച് 4-ാമത്തെ അധ്യായത്തിലെ പ്രധാന സന്ദേശങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുവാൻ തക്കോണം, ഒന്ന് പഠിക്കുവാൻ തക്കോണം ആഗ്രഹിക്കുന്നതാണ്. ഈ അധ്യായത്തിലെ ഏറ്റവും പ്രസിദ്ധമായ, അല്ലെങ്കിൽ നമുക്ക് പഠിക്കുവാനുള്ളതായ ഒരു വാക്യമാണ്, ഞാൻ നശിക്കുമെങ്കിൽ നശിക്കട്ടെ. എസ്തറിന്റെ പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നതായ ആ ഒരു വലിയ എസ്തറിന്റെ ധീരമായ ഒരു പ്രഖ്യാപനം നമുക്ക് അവിടെ കാണുവാൻ തക്കോണം സാധിക്കും. പ്രധാനത്തെ ചിന്താവിഷയം തന്നെ വിശ്വാസം, ധൈര്യം, ദൈവീക സമയജ്ഞാനം എന്ന് പറയുന്നതായ ഒരു കാര്യങ്ങളാണ് നമ്മൾ പ്രധാന വിഷയങ്ങളായി ഈ ചാപ്റ്ററിൽ നമ്മൾ പൊതുവായി കാണുന്നത്. മൊർദെഖായിയുടെ നിലവിളിയും എസ്തറിന്റെ തീരുമാനത്തിലും ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുത്തുന്ന ഒരു വലിയ കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നതായ വലിയൊരു കാര്യമാണ് ഉപവാസത്താലും പ്രാർത്ഥനയാലും ജനം എസ്തറിന്റെ കൂടെ ആ ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടെ നിൽക്കുന്ന ഒരു കാര്യം നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതായ ഇതിനകത്ത് ഒരു 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 ചിന്താവിഷയം എന്ന് പറയുന്നത് ഹാമാന്റെ കൽപ്പന, യഹൂദന്മാരെ ഉന്മൂലനം ചെയ്യുവാൻ തക്കവണ്ണം രാജകീയ ഉത്തരവ് ഹാമാൻ അവിടെ പുറപ്പെടുവിക്കുകയാണ്, രാജാവിനെ കൊണ്ട് പുറപ്പെടുവിക്കുകയാണ്. അവിടെ മൊർദെഖായിയുടെ ദുഃഖവും പ്രതിഷേധവും നമ്മൾ കാണുന്നുണ്ട്. ചാക്ക് വസ്ത്രം ധരിച്ച് ചാരം പൂശി രാജകൊട്ടാരത്തിൽ എത്തുന്നതായ ഒരു മൊർദെഖായിയുടെ തന്റെ ദുഃഖവും പ്രതിഷേധവുമായി അത് കാണുന്നുണ്ട്. അത് മാത്രമല്ല, ആ കമ്മ്യൂണിറ്റി മുഴുവനായും, യഹൂദന്മാർ മുഴുവനായും ഐക്യത്തോടെ ഒറ്റക്കെട്ടായി വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നതായ ഒരു കാര്യം നമ്മളിവിടെ തന്നെ കാണുന്നുണ്ട്. ആ, ഈ ഒരു കാര്യം ആണ് എസ്തറിന് വലിയൊരു ശക്തിയായിട്ട് നിലകൊണ്ടതായിട്ട് കാണുന്നുണ്ട്. ആ, എസ്തറിന്റെ മൊർദെഖായിയുടെ ഒരു അപേക്ഷ, അത് ഹാതാക്ക് എന്ന് പറയുന്നതായ വ്യക്തി മുഖാന്തരം എസ്തറിലേക്ക് എത്തുകയുണ്ടായി. മൊർദെഖായി എസ്തറിലേക്ക് എത്തിക്കുകയാണ്. ഈ ജനത്തിന് വേണ്ടി രാജാവിനോട് അപേക്ഷിക്കുവാൻ തക്കവണ്ണം എസ്തറിനെ നിർബന്ധിക്കുന്ന ഒരു കാര്യത്തിലേക്ക് അവിടെ എത്തിക്കുന്നു. ഹാമാന്റെ ഈ ഒരു പ്ലോട്ട് ഇവരെ അറിയുകയും അത് എസ്തറിന്റെ ചെവിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. എസ്തറിന്റെ ആദ്യത്തെ ഒരു ഭയം എന്ന് പറയുന്നത്, നേരത്തെ ആ, രാജാവിനെ അറിയിക്കാതെ പോയി കഴിഞ്ഞാൽ മരണശിക്ഷ തന്നെ വിധിക്കപ്പെടും. അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വാളാണോ ചെങ്കോലാണോ നീട്ടുന്നതെന്ന് അറിയാത്തത് കൊണ്ട് അവൾക്ക് ഉള്ളിൽ ഭയമായിരുന്നു. പക്ഷേ മൊർദെഖായി അവളോട് പറയുകയാണ്, ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടായിരിക്കും ഈ രാജസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. നീ ഇപ്പോൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നിന്റെ ജനം നശിക്കുന്നു പറഞ്ഞുകൊണ്ട് അവളെ അവളുടെ ഡിവൈൻ പർപ്പസിനെ ഒന്ന് ദൈവിക ലക്ഷ്യത്തെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. അവിടെ ഒരു വിടുതലുള്ള വിശ്വാസം, അവൾ മിണ്ടാതിരുന്നാൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് വിടുതൽ വരുമെന്ന ഒരു 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 കാര്യവും പറഞ്ഞുകൊണ്ട് അവർക്ക് വലിയ ഒരു വിശ്വാസത്തിന്റെ ഒരു പൂർത്തീകരണം അവിടെ ലഭിക്കുകയാണ് അവർക്ക്. അങ്ങനെയാണ് എസ്തർ തന്റെ ആ ഒരു രാജസ്ഥാനത്തിലേക്ക് പോകാൻ തൊക്കെ ഒരു വലിയ തീരുമാനമെടുക്കുന്നു. അപകട സാധ്യത അറിഞ്ഞുകൊണ്ട് തന്നെ എസ്തർ രാജാവിന്റെ അടുക്കിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അതിനെ ഒരു ഒരുക്കമായിട്ടാണ് അവൾ പറയുന്നത്, എല്ലാവരും ആ, ഈ ഒരുക്കത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും തയ്യാറെടുത്ത ശേഷമാണ് ഈ ധീരമായ തീരുമാനം എടുത്തത്. അവിടെ പ്രസിദ്ധമായ ഒരു കാര്യം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ രാജസ്ഥാനത്തിലേക്ക് രാജാവിന് ഐ വിൽ ഗോ ടു ദ കിങ്. എന്റെ അവസാനം പറയുന്നുണ്ട്, ഇഫ് ഐ പെറിഷ് ഐ പെറിഷ്, ഞാൻ മരിക്കുമെങ്കിൽ ഞാൻ ഞാൻ ആ, ആ, ഞാൻ നശിച്ചു പോയാൽ പോകട്ടെ എന്നൊരു തീരുമാനത്തിൽ കൂടിയാണ് അവിടെ പോയി. ഈ പ്രവൃത്തി സ്വന്തം ജീവനേക്കാൾ
തന്റെ ജനത്തോടുള്ള അഗാധമായ സ്നേഹം അവിടെ പ്രകടിപ്പിക്കുകയാണ് അവിടെ. ഈ ആ, ഈ അധ്യായത്തിൽ പ്രധാനമായി രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാന ക്യാരക്ടേഴ്സ് ആയിട്ട് കാണുന്നത്. ഒന്ന് ആ, എസ്തർ രാജ്ഞിയാണ്. അവള് ഷീ ഈസ് വില്ലിംഗ് ടു റിസ്ക് ഹർ ലൈഫ്. അതുപോലെ തന്നെ ജനത്തോടുള്ള സ്നേഹത്തെ സ്വന്തം ജീവൻ പണയം വെക്കാൻ തയ്യാറായി നിൽക്കുന്ന എസ്തറിനെ കാണുന്നുണ്ട്. അഗാധമായ വിശ്വാസം, വിവേകം, ധൈര്യം എന്നിവയാൽ തന്റെ ദൗത്യം പൂർത്തീകരിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് മോഡൽ ഓഫ് ഫെമിനൈൻ കറേജ്. ഗോഡ് റിവീൽസ് ബലഹീനതയിൽ ദൈവം ശക്തി വെളിപ്പെടുത്തുന്ന ഒരു കാര്യവും നമുക്കിവിടെ കാണുന്നുണ്ട്. അതായത് എസ്തർ ബലഹീനതയാണെങ്കിലും ബലഹീന ആയി സ്വയം ചിന്തിക്കുന്നു ഉണ്ടെങ്കിലും അവൾ ധീരമായ തന്റെ പ്രവർത്തനം മൂലം ഒരു ജാതിയെ മുഴുവനും ജനതയെ മുഴുവനും രക്ഷിക്കുന്നതായ ഒരു അനുഭവം കാണുവാൻ തവണ സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യമാണ് മൊർദെഖായി. രക്ഷാധികാരിയായും വളർത്തച്ഛനായിട്ടും ഒക്കെ യഹൂദ നേതാവായിട്ടും ഒക്കെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു വ്യക്തിയാണ് മൊർദെഖായി. അവള് എസ്തറിന്റെ മൊർദെഖായി എസ്തറിന്റെ ഡിവൈൻ പർപ്പസിനെ കുറിച്ച് അവൾ ഓർപ്പിക്കുകയുണ്ടായി. ആ, ഈ മൊർദെഖായുടെ ഈ നേതൃത്വ പാഠവും ആണ് എസ്തറിന്റെ ആ ഒരു തീരുമാനത്തിന് പിന്നിലായി ശക്തമായി നിലകൊണ്ടിരുന്ന ഒരു കാര്യമായി മാറുന്നത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ആ, പേർഷ്യയിലെ യഹൂദന്മാർ മുഴുവനുമായിട്ടും അവര് ഒരുമിച്ച് കൂട്ടായ്മയായിട്ട് ഒരുമിച്ച് യൂണിറ്റി കളക്റ്റീവ് ഫാസ്റ്റിംഗ് കൂടി എസ്തറിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഒരു കമ്മ്യൂണിറ്റിയുടെ റോള് പ്രത്യേകിച്ച് നേതാവിനെ നേതാക്കന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ പ്രാർത്ഥനയിലും കൂടെ അതാണ് പ്രധാനമായും ഇവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്ന മറ്റൊരു കാര്യം കൂടെ. പിന്നെ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നതായ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ആത്മീയമായി നമ്മൾക്ക് ശക്തി നൽകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ദൈവത്തിന്റെ ദൈവിക ഒരുക്കം, കൈറോസ് എന്ന് പറയുന്ന സമയം ഇങ്ങനെയുള്ള കാലത്തിനായിട്ടായിരിക്കും എന്നത് ദൈവത്തിന്റെ കൃത്യമായ സമയക്രമം അവിടെ കാണുന്നുണ്ട്. ആ, കൈറോസ്, ക്രോണോസ് എന്ന് പറയുന്ന രണ്ട് സമയക്രമത്തെ കുറിച്ച് ദൈവത്തിന്റെ തക്ക സമയത്ത് ദൈവം ഇടപെടുന്നുള്ളതിനെ കുറിച്ച് കാണുന്നതാണ് ഈ കൈറോസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഈ ഒരു സമയത്തിനായിട്ടായിരിക്കും നിന്നെ ഈ സ്ഥാനത്ത് ദൈവം ആക്കിയിരിക്കുന്നത് എന്ന്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും അത് ആ, ആകസ്മികമായി വന്നു ചേർന്നാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ പോലും ദൈവത്തിന്റെ ഒരു പദ്ധതി അല്ലെങ്കിൽ ദൈവത്തിന്റെ സമയം അതിന് പിന്നിലുണ്ട്. ആ ദ മൊമെന്റ് ഓഫ് ഡിവൈൻ ഇന്റർവെൻഷൻ എന്നൊക്കെ പറയുന്ന ഖൈറോസ് എന്നൊരു കാര്യമാണ് ഇവിടെ ആവർത്തിച്ച് കാണുന്ന ഒരു പ്രധാന ഒരു സന്ദേശം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി അവൻ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുന്ന റോമാലേഖനത്തിലെ 8-ാം അധ്യായം 28-ാം വാക്യം അവിടെ പ്രസക്തമായി കാണുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ജനത്തെ കാണുന്നുണ്ട്. മൊർദെഖായി തന്റെ പ്രതിഷേധം സത്യസന്ധത്തോടെ പ്രവർത്തിക്കുന്നതിനും തിന്മയെ എതിർക്കുന്നതും മാതൃകയായി കാണുന്ന ഒരു കാര്യമാണ്. സ്റ്റുഡ് ഫോർ റൈച്ചസ്നെസ് എന്നുള്ളത്. പിന്നെ ഒരു കാര്യമാണ് ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ശക്തി. ഇപ്പൊ തിന്മയുടെ തന്ത്രങ്ങൾക്കെതിരെ ആത്മീയമായ ആയുധങ്ങളും ദൈവിക ഇടപെടലും അനിവാര്യമായ ഒരു ഒരുക്കമാണ്. ഇറ്റ്സ് എ പ്രിപ്പറേഷൻ ഫോർ ഗോഡ്സ് ഇന്റർവെൻഷൻ. ദൈവത്തിന്റെ പ്രവർത്തനത്തിന് ശക്തമായ ഒരു ആ, നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായ ഒരു കാര്യമാണ് ഉപവാസവും പ്രാർത്ഥനയും. ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് ആ, നമുക്ക് പലതും എടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആ, ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ അറിയിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുള്ള ഒരു വലിയ സന്ദേശം ഈ ഒരു അധ്യായം നമുക്ക് നൽകുന്നുണ്ട്. മറ്റൊരു കാര്യമാണ് പൂർണ്ണമായ ആശ്രയവും ദൈവിക ലക്ഷ്യവും എന്നുള്ളത്. ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുക എന്നുള്ളത്, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഓൾ തിങ്സ് ആർ പോസിബിൾ ഫോർ ടു ഗോഡ് എന്നുള്ളത് മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 26-ാം വാക്യത്തോട് പറയുന്നുണ്ട്. ദൈവത്തോടും സമൂഹത്തോടുമുള്ള കടമകൾ നിറവേറ്റുവാൻ, പ്രതിസന്ധികളിൽ ദൈവിക സഹായത്തെ അതിജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരു ദൈവിക ലക്ഷ്യമുണ്ട് എന്നൊരു കാര്യമാണ് ഈ ഒരു അധ്യായത്തിൽ പ്രധാനമായും നമുക്ക് നമുക്ക് മുമ്പോട്ട് കാണിക്കുന്ന ഒരു കാര്യം. അങ്ങനെ ഈ അധ്യായം നമുക്ക് ആ, രാജാവിന്റെ അടുക്കിലേക്ക് എസ്തറിനെ പോകുവാൻ പ്രേരിപ്പിക്കുന്നതായ കൊണ്ട് ചെല്ലുന്നതായ മൊർദെഖായിയുടെ അവളുടെയും ജനത്തിന്റെയും ഒക്കെ ശക്തമായ പിന്തുണ ആണ് നമുക്ക് ഈ അധ്യായത്തിൽ മുഴുവനായും കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. നമുക്ക് അടുത്ത അധ്യായം എന്ന് പറയുന്നത്
ഹാമാനും അവന്റെ അബദ്ധ തീരുമാനങ്ങളും എന്ന് പറയുന്നതായ ഒരു കാര്യമാണ്, ഒരു അധ്യായമാണ് പ്രധാനമായും ക്രമീകരിച്ചിരിക്കുന്നത് അവിടെ. അവിടെ ഹാമാന്റെ പദവിയെ കുറിച്ചാണ് പറയുന്നത്. അവൻ വലിയൊരു പദവി, ആ രാജസ്ഥാനത്ത് രാജസന്നിധിയിൽ വലിയൊരു പദവി കൊണ്ടിരുന്നതാണ്. ആ, ഒരു കടുത്ത ശത്രുതയിൽ പ്രയോജിതനായി എല്ലാ യഹൂദന്മാരെയും നശിപ്പിക്കുവാൻ തക്കവണ്ണം രാജാവിനെ സ്വാധീനിക്കുവാൻ ഇവൻ പദ്ധതിയിടുകയാണ്. നമുക്ക് നേരത്തെ കണ്ടു, വലിയൊരു തുക കൊടുത്ത് രാജാവിനെ ആ രാജസന്നിധിയിലേക്ക് ചെല്ലുവാൻ, രാജാവിനെ പ്രീണിപ്പെടുത്തുവാൻ തക്കവണ്ണം വലിയൊരു തുകയൊക്കെ കൊടുത്ത് അവന് ആ സ്ഥാനം നേടിയെടുക്കുകയും ഒക്കെ ഒക്കെ ചെയ്യുന്നതായ ഒരു ഹാമാനെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടു. ഹാമാൻസ് ഇൻഫ്ലുവൻസ് എക്സസ്, ഒരു ദൈവത്തിന്റെ ജനത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായി പോലും ഈ ഒരു ഒരു കാര്യം അവിടെ കാണുന്നുണ്ട്. പിന്നീട് എസ്തറിന്റെ വലിയ ആ, ഒരു മിഷനും 3 ദിവസത്തെ ഉപവാസവും പിന്നീട് കാണുന്നുണ്ട് നമ്മള്. മൊർദെഖായി തന്റെ ചാക്ക് വസ്ത്രം ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം അവൾ മാറ്റുന്നില്ല. ആ, ഹദാക്ക് വഴി എസ്തറിലേക്ക് ഒരു വലിയ സന്ദേശം കൊടുക്കുകയാണ്. നമ്മൾ കണ്ടതുപോലെ നിന്റെ ഈ രാജപദവി, ഈ രാജ്ഞി എന്ന് പറയുന്ന ഈ പദവി, ആ, യഹൂദന്മാരെ രക്ഷിക്കുക എന്ന ദൗത്യം നീ പേറുന്നുണ്ട് എന്ന് മൊർദെഖായി ഹദാക്ക് വഴി എസ്തറിനെ ഓർപ്പിക്കുകയാണ്. രാജസന്നിധിയിൽ പ്രവേശിക്കുന്നതിനുള്ള കടുത്ത നിരോധനം നിലനിൽക്കെ എസ്തർ തനിക്കും എല്ലാ ഇസ്രായേൽ മക്കൾക്കും വേണ്ടി 3 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിക്കുന്നു. പ്രതിസന്ധി നേരിടുമ്പോൾ ഈ തീരുമാനം ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോഴത്തെ സമയത്തും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായി മാറുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യമുണ്ടെങ്കിലും അത് ആ, പ്രാർത്ഥനയാലും ഉപവാസത്താലും ചെയ്യുമ്പോൾ തീർച്ചയായും അതിനുള്ള പ്രതിഫലം ലഭിക്കുമെന്നുള്ള ഒരു വലിയ സന്ദേശവും ഈ ഒരു അധ്യായം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു പുസ്തകം പ്രത്യേകിച്ച് കാണിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം ആ, രാജസന്നിധിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ആ, വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ പോലും അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ധൈര്യം ലഭിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ആഫ്റ്റർ ദ ഫാസ്റ്റ് എസ് എൻഡേഴ്സ് ദ കിങ്സ് കോർട്ട് ഇൻ റോയൽ റോബ്സ്, ഉപവാസത്തിന് ശേഷം വിളിക്കാതെ രാജാവിനെ സമീപിക്കുന്നതിന് വാളിനാൽ വധിക്കപ്പെടാൻ കാരണമാകുന്നു അറിഞ്ഞുകൊണ്ട് എസ്തർ അവിടേക്ക് പ്രവേശിക്കുന്നു. ആ, ധൈ അവളുടെ ധൈര്യത്തിന് പുറവിടെ നേരത്തെ പറഞ്ഞ പോലെ ഉപവാസത്തിൽ നിന്ന് ലഭിച്ചതായ ശക്തിയെയും ആ, അത് ലക്ഷ്യം നേടാനുള്ള അവളുടെ നിശ്ചയദാർഢ്യതയും പ്രതിഫലിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവിടെ വാളിന് പകരം രാജാവിന് അനുവാദമില്ലാതെ നേരത്തെ അനുവാദം വാങ്ങിക്കാതെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വാളിലായിരിക്കും ചിലപ്പം പ്രതിഫലം ലഭിക്കുക. പക്ഷേ വാളിന് പകരം പൊൻചെങ്കോൾ, ഗോൾഡൻ സ്കെപ്ചർ നീട്ടുന്നതായ ഒരു 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 അവസ്ഥയാണ് അവിടെ ലഭിക്കുന്നത്. അത് തന്നെ വലിയൊരു വിജയമായി മാറുകയാണ്. തന്റെ ഉപവാസവും തന്റെ പ്രാർത്ഥനയും ജനത്തിന്റെ പിന്തുണയും ഒക്കെ അതൊരു വലിയ ഒരു വിജയമായി തന്നെ മാറുകയാണ്. ദിസ് portrays a victory of the faithful who uses the prayer against evil. ഉപവാസം എന്ന ആയുധം ഉപയോഗിച്ച് തിന്മയെ ചെറുക്കുന്ന വിശ്വസ്തതയുടെ ഒരു വിജയമാണ് ഇത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് എസ്തറിന്റെ ഒരു തന്ത്രപരമായ, അവളുടെ നയതന്ത്രപരമായ അവളുടെ പെരുമാറ്റം അവിടെ കാണുന്നുണ്ട്. ആദ്യം അവർ വിരുന്നിന് ക്ഷണിക്കുന്നുണ്ട്. ആ, രാജാവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്, രാജ്യത്തിന്റെ പകുതിയെങ്കിലും പോലും കൊടുക്കുവാൻ തയ്യാറായിരിക്കുമ്പോൾ എസ്തർ തന്റെ അപേക്ഷ ഉടനെ വെളിപ്പെടുത്താതെ അത് തന്ത്രപരമായി നീട്ടിവെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവള് രാജാവിനെയും ഹാമാനെയും ആദ്യം ഒരു വിരുന്നിന് ക്ഷണിക്കുന്നുണ്ട്. പിന്നീട് രണ്ടാമതും 5-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ രണ്ടാമത് വിരുന്നിന് ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ഹാമാന് ഒരു ആ, വലിയ സന്തോഷത്തിലാണ്. കാരണം തന്റെ യഹൂദ ജനത്തെ മുഴുവൻ തോൽപ്പിക്കുവാൻ തക്കവണ്ണം അവൻ പോവുകയാണെന്ന് പറഞ്ഞ ആ, വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് മൊർദെഖായിയെ രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് കാണുന്നത്. ഇത് അവന്റെ ഉള്ളിൽ ദേഷ്യവും ഭയങ്കര ഒരു കോപവും വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമായി മാറുന്നത്. മൊർദെഖായിയെ നശിപ്പിക്കുക എന്നതായി പിന്നീട് ഹാമാന്റെ പ്രധാനപ്പെട്ട ഒരു എയിമായും പിന്നീട് മാറിയ യഹൂദന്മാരെ നശിപ്പിക്കുക എന്നുള്ളതിൽ നിന്ന് മാറി പെട്ടെന്ന് മൊർദെഖായിയെ എങ്ങനെയെങ്കിലും ഹാമാൻ നശിപ്പിക്കേണ്ടതായിട്ട് ആ, എന്ന രീതിയിലേക്ക് ഹാമാൻ പതുക്കെ അങ്ങനെ മാറുകയാണ്. അതിനുവേണ്ടി അവന് ജലസിയില് വളരെ ആ, കോപവും പൂണ്ട് കടുത്ത അസൂയ കാരണം മൊർദെഖായിയെ വധിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ഹാമാൻ ഭാര്യ ഷേരസിനോട് ഉപദേശം തേടുകയും അതിന് പ്രകാരം ഒരു കഴുമരം, ഒരു ഗാലോ 50
മുഴം ഉയരമുള്ള ഒരു കഴുമരം ആ, ആ, ഭാര്യയെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു കഴുമരം നിർമ്മിക്കുവാൻ തക്കമാണ്. ആ ഒരു കഴുമരം നിർമ്മിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അസൂയും കോപവും കാരണം വിവേകം നഷ്ടപ്പെട്ട് ആ, വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്ന ഒരു പ്രയോഗവും ആ പുസ്തകത്തിൽ പ്രത്യേകമായി എടുത്തു കാണിക്കുന്നുണ്ട്. നമ്മുടെ പഠിക്കുവാനുള്ള പുസ്തകത്തിൽ വിനാശകാല വിപരീത ബുദ്ധി തന്റെ ആ, വിനാശകാലത്തിൽ തന്റെ യഥാർത്ഥമായ ബുദ്ധിയല്ല അവിടെ വെളിപ്പെടുത്തുന്നത്. ആ, ആ, വിപരീതമായ ഒരു ബുദ്ധിയാണ് അവിടെ വന്നത്. ആ കഴിമരത്തിൽ തന്നെയാണ് ഹാമാന്റെ അന്ത്യവും സംഭവിക്കുന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ആ, ഒരു ഇത് ഉപയോഗിച്ച് നമ്മൾക്ക് മുമ്പാകെ കാണിക്കുന്നത്. ആ, ഹാമാന്റെ അസൂയ അവന് തന്നെ സ്വന്തം പതനത്തിലേക്ക് തന്നെ പോവുകയാണ്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് പറഞ്ഞതുപോലെ അവന്റെ അസൂയ അവന്റെ യഹൂദന്മാരെ മുഴുവൻ നശിപ്പിക്കുവാൻ തക്കമുള്ളതായ ഹാമാന്റെ ജലസി ഇറ്റ് പ്രിപ്പയർസ് ഹിസ് ഓൺ ഡൗൺഫോളിലേക്ക് പോവുകയാണ്. അതാണ് അവന്റെ ഏറ്റവും വിഡ്ഢിതരമായ ഒരു പ്ലോട്ടായിട്ട് ഇവിടെ കാണുവാൻ തക്കണം സാധിക്കുന്നത്. ദൈവികമായ ഒരു ഇന്റർവെൻഷൻ, ദൈവത്തിന്റെ ഒരു ഇന്റർവെൻഷൻ ഇവിടെ ഈ പുസ്തകം പ്രത്യേകിച്ച് ദൈവത്തെക്കുറിച്ച് ഒരു പദം ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ദൈവിക വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ദൈവികമായ സമയം ദൈവിക കാര്യങ്ങളൊക്കെ പൂർണ്ണമായും കാണുന്ന ഒരു പുസ്തകമായി ഇത് മാറുകയാണ്. നമുക്ക് 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു രണ്ട് പേര് രണ്ട് ആളുകളുടെ ഒരു ഇവർക്കെതിരെ, പ്രത്യേകിച്ച് രാജാവിനെതിരെയുള്ള ഒരു കോൺസ്പിറസി, ഗൂഢാലോചന മൊർദെഖായി രാജാവിനെ അറിയിക്കുകയുണ്ടായി. പക്ഷെ അതിന് പ്രതിഫലമായി ഒന്നും അവിടെ അപ്പോൾ ലഭിക്കുകയില്ല. ഉം, ആ ആ സമയത്ത് ഈ രണ്ട് ഷണ്ഡന്മാർ ഗൂഢാലോചന മൊർദെഖായ രാജാവിനെ അറിയിച്ച് രക്ഷിച്ചിരുന്നു. ബിഗ്ദാനും തേരശും എന്ന് പറഞ്ഞായ രണ്ടുപേരുടെ ഗൂഢാലോചനയാണ്. അതിന് പ്രകാരം മൊർദെഖായെ ബഹുമാനിക്കാൻ രാജാവ് സ്വന്തം രാജകീയ വസ്ത്രവും കുതിരയും ഒക്കെ നൽകാൻ തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ കോപം പൂണ്ട ഹാമാൻ തന്റെ ശത്രുവിനെ പരസ്യമായി ആദരിക്കാൻ അവിടെ നിർബന്ധിതനായി. ഈ ഒരു കാര്യമാണ് അവനെ ഹാമാനെ ഒന്നുകൂടി ഒരു എൻറേജ്ഡ് ആക്കുന്നത്, സങ്കടപ്പെടുന്നത്. തന്റെ ശത്രുവിനെ ആദരിക്കുവാൻ തക്കവണ്ണം വീണ്ടും ആ, അവന് അവന് സാധ്യമാകുന്നത്, അല്ലെങ്കിൽ നശിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച ഒരു വ്യക്തിയെ അവൻ ആ, ആദരിക്കുവാൻ തക്കവണ്ണം ഇതിലേക്ക് അവൻ പോകുന്നത്. അപ്പോഴാണ് ആ, അപമാനിതനായിരിക്കുന്ന ഹാമാനെ എസ്തന്റെ രണ്ടാമത്തെ വിരുന്നിലേക്കും രാജകീയ ഷണന്മാരെ തിടുക്കത്തിൽ അവനെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. അവസാനം ഒരു വലിയ വിജയത്തിന്റെ ഒരു കാര്യമാണ് നമുക്ക് പിന്നീട് അവസാനമായി കാണുന്നത്. പ്രവൃത്തിയുടെ നമ്മൾ നന്മയുടെ സന്ദേശവുമായി ദുഷ്ടശക്തികൾക്കെതിരെ ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ എരിഹുവിടെ കോട്ടകളായാൽ പോലും അത് തകർക്കപ്പെടുമെന്നുള്ള കാര്യമാണ്. When one sets out with a message of good against the fears, the barriers like the fortress of Jericho will be shattered എന്നുള്ളത് വിജയത്തിന്റെ ഒരു വലിയ നന്മയുടെ വലിയൊരു വിജയം, നമുക്ക് തിന്മയ്ക്കെതിരെ വിജയം നമുക്ക് അവിടെ കാണുവാൻ തക്കോണം സാധിക്കുകയാണ്. മൊർദെഖായിയുടെ വലിയ മാതൃക, ചരിത്രത്തിൽ ദൈവം ഇടപെടുന്നതിന്റെ അത്ഭുതകരമായി മൊർദെഖായിയുടെ ഒരു ഉദാഹരണം അവിടെ കാണുവാൻ തക്കോണം സാധിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾക്ക് എപ്പോഴും ഒരു ഫെയ്ത്ത് വെക്കേണ്ടത്. നമ്മെ വീണ്ടെടുക്കുന്ന ദൈവം നമ്മോടൊപ്പം ഉണ്ട് എന്ന വിശ്വാസം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഈ ഒരു കാര്യമാണ് ഇനിയും കാണുന്നത്. ഹാമാന്റെ പതനമാണ്, ഹാമാന്റെ അന്ത്യം, യഹൂദന്മാരുടെ ഉദ്ധാരണം. അതുവഴി അത് ഒരു പെരുന്നാളിലേക്ക്, പുരീം എന്ന് പറയുന്ന ആ ഒരു പെരുന്നാളിലേക്ക് അവർ ആചരിക്കുന്ന കാര്യമാണ് ഇനി നമുക്ക് കാണുവാൻ തക്കം ഉള്ളത്. അത് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇവിടെ എല്ലാം ഈ പുസ്തകത്തിൽ, എസ്തറിന്റെ പുസ്തകത്തിൽ ഉടനീളം ദൈവത്തിന്റെ പേര് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും ദൈവത്തിന്റെ വലിയ പദ്ധതിക്ക് പ്രകാരം, അല്ലെങ്കിൽ ദൈവിക, നമ്മൾ നേരത്തെ കണ്ടതുപോലെ കൈറോസ്, ദൈവത്തിന്റെ സമയം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതായ, എല്ലാ കാര്യങ്ങളും പോകുന്നതായ, അതിൽ പ്രകാരം ജനത്തിന്റെ ആ, ജന ദൈവത്തിന്റെ മാത്രം ഒരു ഇന്റർവെൻഷൻ മാത്രമല്ല, ജനത്തിന്റെ ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു പ്രാർത്ഥനയാലും ഉപവാസത്താലും എന്നുള്ളത്. അതിന് പ്രകാരം എസ്തർ രാജ്ഞി പ്രവർത്തിച്ചു. ആ പ്രവർത്തനത്തിനുള്ള ഒരു ഉത്തരമായി ആ, യഹൂദന്മാരുടെ രക്ഷകനായി അവിടെ എസ്തറും മൊർദെഖായും ഒക്കെ മാറുകയാണ്. നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തോടുകൂടി ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ വീണ്ടെടുക്കുന്ന ഒരു ദൈവം,
ഏത് സമയത്തും ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും ഏത് 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 സാഹചര്യത്തിലായാലും പോലും നമ്മെ വീണ്ടെടുക്കുന്ന ഒരു ദൈവം നമ്മോടൊപ്പം എന്നൊരു വിശ്വാസം നമുക്ക് എന്നും ആവശ്യമാണ് എന്നൊരു പാഠമാണ് ഈ പുസ്തകം പ്രത്യേകമായി നമുക്ക് നൽകുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം കൂടി നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിനകത്ത് ഹാമാന്റെ അന്ത്യവും യഹൂദന്മാരുടെ ഉദ്ധാരണവും പുരിയും പെരുന്നാളും നമുക്ക് ചിന്തിക്കാം. അതിന് ദൈവം പ്രത്യേകമായി ശ്രവിച്ചവരുള്ള സ്നേഹം പ്രത്യേകമായി അറിയിക്കുന്നു. ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു അച്ഛാ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട മധ്യസ്ഥ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട വേദപഠനത്തിലും നമ്മോടൊപ്പമായിരുന്ന ബഹുമാനപ്പെട്ട ഏറ്റവും സ്നേഹമേറിയ മോബിനച്ചനോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും MMESന്റെ പേരിലും ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു അച്ഛാ. താങ്ക് യു. ആശീർവാദം. പാറയ്ക്കുമ്പോ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം ഓരോരുത്തരുടെ മേലും, പ്രത്യേകിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളുടെ മേലും, നമ്മുടെ കുടുംബങ്ങളുടെ മേലും, കുഞ്ഞുങ്ങളുടെ മേലും, വലും ചെറുതും എല്ലാ ആവശ്യങ്ങളുടെ മേലും ഇപ്പോൾ ഉണ്ടായിരിക്കുമാറാകണമേ. ആമീൻ.